ചേട്ടാ നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മളൊരു ബംഗ്ലാദേശിന്റെ വാർത്ത എടുത്തു. ബംഗ്ലാദേശിലെ വ്യോമത്താവളം, വ്യോമസേനാ താവളം അവിടെ ആക്രമിച്ചു എന്ന് പറഞ്ഞൊരു വാർത്തയാണ് നമ്മൾ കൊടുത്തത്. അത് നമ്മൾ ചർച്ച ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ഇപ്പോൾ ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. ഇത് നമ്മൾ ന്യൂസ് ഇന്ത്യ മലയാളം ഒരുപാട് നാളുകളായിട്ട് ചർച്ച ചെയ്യുന്നതാണ്. വളരെ നാളുകൾക്ക് മുമ്പ് നമ്മൾ കൊടുത്ത വാർത്തയുമാണ്. ബംഗ്ലാദേശിൽ പട്ടാള അട്ടിമറി ഉണ്ടാകും എന്ന് പറഞ്ഞ വാർത്ത. ഇത് ന്യൂസ് ഇന്ത്യ മലയാളം മാത്രമാണ് ഒരുപക്ഷെ മലയാള മാധ്യമങ്ങളിൽ, ഓൺലൈൻ മാധ്യമങ്ങളിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വേറൊരു കാര്യം. നമ്മൾ അന്ന് ഇത് കൊടുത്തപ്പോൾ പല ആൾക്കാരും അതിന്റെ താഴെ വന്നിട്ട് ഫേക്ക് ന്യൂസ് എന്ന് പറഞ്ഞ കമന്റ് ഒക്കെ അടിച്ചത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. എന്തായാലും ഇപ്പോ വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് പട്ടാള അട്ടിമറിയിലേക്ക് ഈ ബംഗ്ലാദേശ് മാറുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സൈനിക മേധാവി ചീഫ് ജനറൽ ആയിട്ടുള്ള വഖർ ഉസ് സമാൻ, നമ്മൾ ചേർത്ത് ഉസ്മാൻ എന്ന് പറയും, വഖർ ഉസ് സമാൻ ഇപ്പോൾ വലിയൊരു താക്കീത് ബംഗ്ലാദേശിലെ അവിടെയുള്ള ഗവൺമെന്റിന് കൊടുത്തിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ: എല്ലാവർക്കും ഞാൻ മുന്നറിയിപ്പ് നൽകുന്നു, ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയില്ലെന്ന് പിന്നീട് പറയരുത്. നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ അവസാനിപ്പിച്ച് ഒരുമിച്ച് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ പോരാടുന്നത് തുടർന്നാൽ ഈ രാജ്യത്തിന്റെ പരമാധികാരം നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടും. അത് ഞങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടി വരും. ഒരിക്കൽ കൂടി ഞാൻ അത് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകുന്നു എന്നാണ് ഇപ്പോൾ വഖർ ഉസ് സമാൻ പറയുന്നത്. നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഉറപ്പായിട്ടും ബംഗ്ലാദേശ് ഒരു പട്ടാള അട്ടിമറിയിലേക്ക് പോകും, പട്ടാള ഭരണത്തിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഇനിയിപ്പോ സമാൻ മുന്നറിയിപ്പ് നൽകിയാലും മുന്നറിയിപ്പ് നൽകിയില്ലെങ്കിലും ബംഗ്ലാദേശിന്റെ പോക്ക് അങ്ങോട്ട് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം സുസ്ഥിരമായിട്ടുള്ള ഒരു സർക്കാർ ബംഗ്ലാദേശിൽ ഇല്ല. ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭം കൂടെ ഉടലെടുത്ത് വരുന്നു. BNP അവിടെ തകർന്ന് തരിപ്പണമായി. BNPയിലെ നേതാവ് ഇപ്പോൾ ലണ്ടനിലേക്ക് നാട് വിട്ടു കഴിഞ്ഞു, ചികിത്സയ്ക്കായിട്ടെന്ന് പറഞ്ഞാണ് പോയിരിക്കുന്നത്. അവാമി ലീഗിനെ വളഞ്ഞിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. യുനെസിന്റെ സർക്കാരിന്റെ കീഴിൽ ബംഗ്ലാദേശ് തകർന്ന് തരിപ്പണമാവുകയാണ്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, ആരോഗ്യ മേഖല, വിദ്യാഭ്യാസം സകലതും ബംഗ്ലാദേശിൽ നശിച്ച് നാറാണക്കല്ലെടുത്തു. ഇൻഫ്ലേഷൻ ഹിസ്റ്ററിയിൽ തന്നെ അങ്ങേ അറ്റത്താണ്, അതായത് ആ ബംഗ്ലാദേശ് ചരിത്രത്തിൽ തന്നെ അങ്ങേ അറ്റത്താണ്. USAID എല്ലാം നിന്ന് കഴിഞ്ഞു. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ബംഗ്ലാദേശിൽ ഇനി സസ്റ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഇരിക്കുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ ഭീകരാക്രമണങ്ങൾ ബംഗ്ലാദേശിൽ വർദ്ധിക്കുന്നു, പാകിസ്ഥാൻ ബംഗ്ലാദേശിൽ പിടിമുറുക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ പട്ടാള അട്ടിമറിയിലേക്കാണ് ബംഗ്ലാദേശ് പോകുന്നത്. ബംഗ്ലാദേശിന്റെ പട്ടാള അട്ടിമറി ഒരു പുതുമയല്ല. ബംഗ്ലാദേശിൽ നേരത്തെയും പട്ടാള അട്ടിമറികൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഈ അവാമി ലീഗ് 1975 അധികാരത്തിന് വന്നതിന് ശേഷം അവിടെയുള്ള മുജീബുർ റഹ്മാൻ അദ്ദേഹം അധികാരത്തിൽ വന്ന ശേഷം പിന്നീട് അദ്ദേഹത്തിന്റെ കുടുംബത്തെ കൂട്ടക്കൊല ചെയ്ത് പട്ടാള അട്ടിമറി നടത്തി വന്നിരുന്നു പല ആൾക്കാരും അവിടെ. പിന്നീട് സുസ്ഥിരമായിട്ടുള്ള ഒരു ഭരണം എന്നുള്ള രീതിയിലേക്ക് വന്നത് ഷേഖ് ഹസീന ഭരണത്തിലേറി, പിന്നെ അതും അട്ടിമറിക്കപ്പെട്ടു. പിന്നീട് 2009 മുതൽ നമ്മൾ ഈ കാണുന്ന 2024 വരെയാണ് ബംഗ്ലാദേശ് ഷേഖ് ഹസീന ഒരു ഭരണം കാഴ്ചവെച്ചത്. ആ സമയത്ത് നല്ല രീതിയിൽ ബംഗ്ലാദേശ് മുന്നോട്ട് പോയിരുന്നു. ഇന്ത്യയുമായിട്ട് നല്ല സൗഹൃദത്തിലായിരുന്നു. ബംഗ്ലാദേശിന്റെ വ്യാപാര ബന്ധങ്ങളെല്ലാം വളരെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോയിരുന്നു. എന്നാൽ ഇപ്പോ ഷേഖ് ഹസീന പുറത്തായി, യൂനിസ് വന്നു കയറിയ ശേഷം ബംഗ്ലാദേശ് തകർന്നടിയുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അപ്പോഴാണ് ഈ പട്ടാള ഭരണത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് ചീഫ് ജനറൽ വഖർ ഉസ് സമാൻ നൽകുന്നത്. ഈ ബംഗ്ലാദേശ് പട്ടാള അട്ടിമറിയിലേക്ക് പോകുമോ? അതിന്റെ ഒരു വക്കിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇനി അങ്ങനെ പോയി കഴിഞ്ഞാൽ തന്നെ, അത് ഒന്നാമത്തെ ചോദ്യം, ഇനി അത് അങ്ങനെ പോയി കഴിഞ്ഞാൽ തന്നെയും ഇന്ത്യക്ക് എന്തെങ്കിലും ഭീഷണി അതിൽ നിന്ന് ഉയരാൻ ഉണ്ടോ? എന്താ തോന്നുന്നത്? ഈ ന്യൂസ് ഇന്ത്യ മലയാളത്തിന്റെ ഈ ഡിബേറ്റിൽ തന്നെ 3 മാസങ്ങൾക്ക് മുമ്പ്, 3 മാസങ്ങൾക്ക് മുമ്പ് പ്രേക്ഷകർക്ക് ലിങ്ക് പരിശോധിക്കാവുന്നതാണ്. 3 മാസം മുമ്പ് ഈ വിഷയം ചർച്ച ചെയ്യുകയും അന്ന് ഞാൻ പറഞ്ഞു അവിടെ പട്ടാളം ഭരണം പിടിച്ചെടുക്കും എന്ന് പറഞ്ഞു. അതിനുശേഷം കഴിഞ്ഞ 3 മാസം കാലമായി നടക്കുന്ന ഈ ബംഗ്ലാദേശുമായി ബന്ധപ്പെടുന്ന എല്ലാ ഡിബേറ്റുകളിലും ഞാൻ അടിക്കടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് വെച്ചാൽ വെറും ഊഹാപോഹങ്ങളുടെ പേരിൽ തട്ടിവിടുന്ന ഒരു സാധനമല്ല പറയുന്നത്. നമ്മളൊരു രാജ്യത്തിന്റെ പൊളിറ്റിക്സ് പരിശോധിക്കുമ്പോൾ, ഒരു രാജ്യത്തിന്റെ അവിടുത്തെ പ്രശ്നങ്ങൾ പരിശോധിക്കുമ്പോൾ, അവിടുത്തെ രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാട് മാത്രം പരിശോധിച്ചാൽ പോരാ. അവിടുത്തെ ജനങ്ങളുടെ മതം, ജാതി, സംസ്കാരം, അവരുടെ കൃഷി, ഒപ്പം തന്നെ അവിടുത്തെ സാമ്പത്തിക സ്ഥിതി, പിന്നീട് നാം അവിടെ പരിശോധിക്കേണ്ട പ്രധാനപ്പെട്ട ഒന്ന് അവിടുത്തെ ലോ ആൻഡ് ഓർഡർ എങ്ങനെയാണ് പോകുന്നതെന്നും അവിടുത്തെ ഡിഫൻസ് സിസ്റ്റം എങ്ങനെയാണ് പോകുന്നതെന്നുമാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഒരു സൈന്യമാണ്, അതായത് ഒരു രാജ്യത്തിന്റെ ഭരണകൂടം കഴിഞ്ഞാൽ ഒരു രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് സൈന്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ ബംഗ്ലാദേശിൽ അട്ടിമറി നടത്തി പാരമ്പര്യമുള്ള ഒരു സൈന്യമാണ് ബംഗ്ലാദേശി സൈന്യം. അവർ സ്വാഭാവികമായി പിടിമുറുക്കും എന്നുള്ള കാര്യം ഏതൊരാൾക്കും കണ്ണടച്ച് പറയാൻ കഴിയും, കാരണം സംഭവിച്ചിട്ടുള്ളതാണ്. രണ്ടാമത്തേത്, ഈ മതശക്തികൾ, ഈ തീവ്ര മത മൗലികവാദികൾ ഭരണം പിടിക്കുന്ന എല്ലാ രാജ്യത്തെയും പട്ടാളം വളരെ മോശമായ രീതിയിലുള്ള നീക്കങ്ങളായിരുന്നു നടത്തുന്നത്. ഇത് സ്വാഭാവികമാണ്.
ഇത് തന്നെയാണ് നമ്മളത് പറയാനായിട്ട് പറഞ്ഞ കാര്യം. നമ്മൾ അന്ന് പറഞ്ഞ കാര്യം ഇന്ന് ഇപ്പോൾ ആ, ആ, ബംഗ്ലാദേശിന്റെ മേധാവി, സൈനിക മേധാവി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് അതിന്റെ അതെ, അതെ, അതെ. സാരാംശമാണ്. അവർ പിടിച്ചെടുക്കുക തന്നെ ചെയ്യും. അത് പറയാനുണ്ടായ കാരണമാണ് ഞാൻ പറഞ്ഞത്. അതല്ലാതെ വെറുതെ നമ്മളിരുന്ന് തട്ടിവിടുന്നതല്ല. നാളെ ബംഗ്ലാദേശ് അത് സംഭവിക്കും ഇത് സംഭവിക്കും. കാരണം പറയുമ്പോൾ അതിനൊരു അടിസ്ഥാനം ഉണ്ടാകണം. ഒരു അടിസ്ഥാനം ഉണ്ടാകണമെങ്കിൽ നമ്മൾ ആ അവിടുത്തെ ഇഷ്യൂ നന്നായി പഠിക്കണം. പഠിച്ചതിന് യെസ്. ശേഷം അവിടുത്തെ ഓരോ ഭാഗങ്ങളും നമ്മൾ പഠിക്കണം. അവിടുത്തെ ജിയോ പൊളിറ്റിക്സ് നമ്മൾ പഠിക്കണം, എക്കണോമിക് നമ്മൾ പഠിക്കണം, അവിടുത്തെ ഡിഫൻസ് സിസ്റ്റം പഠിക്കണം, മിലിറ്ററിയെ കുറിച്ച് പഠിക്കണം, എല്ലാം പഠിക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാകും ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ അത് തകരും. ഉം. ബംഗ്ലാദേശ് തകരും, ആർക്കും പറയാൻ കഴിയും. അവിടെ സൈനികം അട്ടിമറി നടക്കും, ആർക്കും പറയാൻ കഴിയും. പക്ഷെ യെസ്. ഇന്ത്യയിലാണെങ്കിൽ നമ്മൾ പറയില്ല, അമേരിക്കയിലാണെങ്കിൽ നമ്മളത് പറയില്ല, ഈവൻ റഷ്യയിലാണെങ്കിൽ പോലും നമ്മളത് പറയും. കാരണം റഷ്യയിൽ അത്തരം നീക്കങ്ങൾ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. പുട്ടിന് എന്തെങ്കിലും സംഭവിച്ചാൽ സ്വാഭാവികമായ റഷ്യ ഒരു പക്ഷെ സൈന്യം പിടിച്ചെടുത്തുന്നിരിക്കാം, എന്നിട്ട് അവർ അതെ, അതെ. നിയമിക്കുന്ന ഒരു ഭരണാധികാരി വന്നിരിക്കാം. ഇതൊക്കെ ഓരോ സ്ഥലങ്ങളിലുള്ളതാണ്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഈ ഞാൻ എപ്പോഴും പറയുന്നത് ഇപ്പോഴും പറയുന്നു, ബംഗ്ലാദേശിൽ ഈ ഇഷ്യൂ ഉണ്ടായതിനു ശേഷം, ഈ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ബംഗ്ലാദേശ് പട്ടാളം ഒരുപാട് സഹായിച്ചിരുന്നു. ഈ ഷെയ്ഖ് ഉം. ഹസീനയുടെ വീട്ടിലേക്ക് കടന്നു കയറാനൊക്കെ ഈ പറയുന്ന ഈ വക്കർ സമാൻ അല്ലെങ്കിൽ ഉസ്മാൻ എന്ന് പറയുന്ന ആൾ ഈ ഹസീനയുടെ ബന്ധുവാണ്. അതെ. ഹസീന തന്നെ കൊണ്ടുവന്നിട്ടുള്ള ആളാണ്. അപ്പൊ ഈ ഹസീനയുടെ വീട്ടിലേക്ക്, അതായത് അവരുടെ കൊട്ടാരത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഈ ഒഫീഷ്യൽ റെസിഡൻസിലേക്ക് പ്രക്ഷോഭകാരികളെ കടന്നു വരാൻ പട്ടാളമാണ് അനുവദിക്കുന്നത്. ഈ ബാരിക്കേഡെല്ലാം നീക്കി കൊടുത്തിരുന്നു. അപ്പോ ആഹ് അവര് അന്ന് പട്ടാളം സഹായിച്ചത് കൊണ്ടാണ് ആ പ്രക്ഷോഭം അത്രയും വിജയത്തിലേക്ക് എത്തിയത്. പട്ടാളം എന്ന് പറയുമ്പോൾ ബംഗ്ലാദേശിന്റെ സൈന്യം എന്ന് പറയാൻ കേവലം 30,000 പേരേ ഉള്ളൂ. അവർക്ക് 2 ലക്ഷത്തോളം ഈ അർദ്ധസൈനിക വിഭാഗങ്ങളും പോലീസുമുണ്ട്. അതായത് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഉണ്ട്, നമ്മുടെ കണക്കത്ത് CRPF പോലെയുള്ളതുണ്ട്. അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് 2 ലക്ഷം. അപ്പൊ 2,30,000 പേരേ ഉള്ളൂ. അതായത് കറക്റ്റ് സൈന്യം. ഇപ്പൊ നമ്മുടെ പറഞ്ഞ മിലിറ്ററി, ആർമി, ഇന്ത്യൻ ആർമി ഉണ്ട്, CRPF ഉണ്ട്, അങ്ങനെ വിവിധ വിഭാഗങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. പക്ഷെ നമ്മുടെ ആർമി ഇത്ര ഇത്ര അങ്ങനെയാണ് നമ്മുടെ കണക്ക് പോകുന്നതെങ്കിൽ ഇവരുടെ കണക്ക് ഇത്രയും ഉള്ളൂ. ഇവിടെയാണ് ഈ ബംഗ്ലാദേശിൽ ഈ പ്രക്ഷോഭം തുടങ്ങി. ഷെയ്ഖ് ഹസീന പോയി യുഎൻഎസ് അധികാരത്തിൽ വന്നു. അന്ന് മുതൽ തന്നെ ഇന്ന് വരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു സ്റ്റേറ്റ്മെന്റും ഉണ്ടായിട്ടില്ല. സാധാരണഗതിയിൽ ബംഗ്ലാദേശിൽ ഇങ്ങനെയൊന്നും സംഭവിക്കുമ്പോൾ ബംഗ്ലാദേശിലെ സൈന്യത്തിന്റെ ഒരു ചരിത്രം അനുസരിച്ചിട്ട്, അവരുടെ സംസ്കാരം അനുസരിച്ചിട്ട് അവർ പ്രതികരിക്കേണ്ട സമയം കഴിഞ്ഞു. നമ്മൾ അന്ന് കരുതിയിരുന്നത് ഈ ബംഗ്ലാദേശിന്റെ ഭരണം മാറുന്ന സമയത്ത് ബംഗ്ലാദേശിൽ സൈനിക മേധാവി വന്ന് ജനങ്ങളെ അഭിസംബോധന ചെയ്യും, എന്താണ് ചാനലിലൂടെ അല്ലെങ്കിൽ TV-യിലൂടെ അഭിസംബോധന ചെയ്യുമെന്ന് കരുതിയാൽ സംഭവിച്ചില്ല. സംഭവിക്കേണ്ടതാണ്. അദ്ദേഹം അത് സംസാരിച്ചില്ല. അന്നു മുതൽ അവർക്കൊരു നിശബ്ദതയാണ്. ധനുഷിന് ഓർമ്മയുണ്ടോ എന്നറിയില്ല, 2-3 മാസങ്ങൾക്ക് മുമ്പ് ബംഗ്ലാദേശിന്റെ സൈനിക മേധാവി ബംഗ്ലാദേശ് സൈനികർക്ക് ഒരു നിർദ്ദേശം നൽകി, ഏത് നിമിഷവും സജ്ജരായിരിക്കുക എന്നുള്ളത്. നാം അതും ഈ ചാനലിൽ ഡിബേറ്റിൽ ചർച്ച ചെയ്തിരുന്നു. അന്ന് നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതൊരു മുന്നറിയിപ്പാണ്, സജ്ജരായിരിക്കൂ, ഏത് നിമിഷത്തിലേക്കും ആവശ്യമായി വരാം, സജ്ജരായിരിക്കൂ. അതായത് സൈനികർക്കെല്ലാം നിർദ്ദേശം കൊടുത്തിരിക്കുന്നു, അന്ന് തന്നെ കൊടുത്തു, നിങ്ങൾ റെഡി ആയിട്ടിരുന്നു, നമ്മളാണ് വരാൻ പോകുന്നത്. കാരണം അന്ന് നമ്മൾ പറഞ്ഞിരുന്നു, ഇവർക്ക് പട്ടാളത്തിന് ഭരണം പിടിക്കണമെങ്കിൽ ഒരു വെടിയുണ്ട പോലും ചിലവഴിക്കേണ്ട കാര്യമില്ല. അവർക്ക് ആദ്യം റേഡിയോ, നിലവിൽ ഇപ്പോൾ തന്നെ ഇവരുടെ ഒരു പ്രൊട്ടക്ഷനാണ് പോകുന്നത്. റേഡിയോ, ഒഫീഷ്യൽ ആയിട്ടുള്ള റേഡിയോ, TV ചാനലുകൾ പിടിക്കുന്നു, പിന്നെ സ്ഥിരാകേന്ദ്രത്തിൽ പോകുന്നു, പിന്നെ ജനങ്ങളെ അഭിസംബോധന സംസാരിക്കുന്നു. ഇതാണ് ഏത് രാജ്യവും സൈന്യം പിടിച്ചെടുത്താൽ, ആര് പിടിച്ചെടുത്താലും ആദ്യം ചെയ്യുന്ന കാര്യം. റേഡിയോയും TV-യും മാധ്യമങ്ങൾ രണ്ടും പിടിച്ചെടുത്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ ആ രാജ്യം പിടിച്ചെടുത്തു എന്നുള്ളത് തന്നെയാണ്. അതുവഴി പ്രക്ഷേപണം ചെയ്യുന്ന രാജ്യം. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ഇത് ഉടൻ സംഭവിക്കും. ഇദ്ദേഹം ഒരു ഡെഡ് ലൈൻ കൊടുത്തിട്ടുണ്ട്. ഈ ഡെഡ് ലൈൻ 2025, അതായത് ഈ വർഷം ഡിസംബറിന് മുൻപ് തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന്. ഈ പറയുന്ന മുഹമ്മദ് യൂനുസിനെ അവിടെ കയറ്റിയിരുത്തിയിരിക്കുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരിയായിട്ടല്ല, ഒരു ഇടക്കാല സംവിധാനമാണ്, ഒരു ഉപദേഷ്ടാവാണ്. അതായത് ഈ ബംഗ്ലാദേശ് പുതിയൊരു സർക്കാരിനെ രൂപീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ യൂനസിന്റെ പോക്ക്, അത് രൂപീകരിക്കാൻ ഒരു താല്പര്യം യൂനസിന് ഇല്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് വരുന്നത്. അതിന്റെ ഭാഗമായിട്ട് അവിടെ വിദ്യാർത്ഥി പ്രക്ഷോഭം പതുക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. അവാമി ലീഗ് പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾ അവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ, ഫെബ്രുവരി 18-നൊക്കെ അവിടെ ബന്ദായിരുന്നു. അങ്ങനെയുള്ള പ്രക്ഷോഭങ്ങൾ അവരും ആരംഭിക്കുന്നു. കാരണം ഇത് ജനാധിപത്യത്തിലേക്കല്ല, യൂനസ് ഒരു ഏകാധിപത്യത്തിലേക്ക് പോകുന്നു. ശരിക്കും പറഞ്ഞാൽ യൂനസ് അല്ല അതില്, യൂനസിനെ നിയന്ത്രിക്കുന്നു. ഇതിൽ ഈ പട്ടാള മേധാവി പറഞ്ഞ ചില കാര്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. അതിലൊന്ന് അദ്ദേഹം പറഞ്ഞത്, രാജ്യത്തിന്റെ ക്രമസമാധാന നില പാടെ തകർന്നിരിക്കുന്നു. തീവ്ര ഇസ്ലാമിസ്റ്റ് സംഘടനകൾ ഭരണത്തെ സ്വാധീനിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഭരണ സംവിധാനത്തെ സ്വാധീനിച്ചുകൊണ്ട് അഴിഞ്ഞാടുകയാണ്. ആഭ്യന്തര കലാപത്തിലേക്കാണ് നാം നീങ്ങുന്നത്. അത് അദ്ദേഹം അവിടുത്തെ സൈനിക മേധാവി പറഞ്ഞ വാക്കുകളാണ് എന്ന് ആലോചിക്കണം. ഒപ്പം പോലീസിനെ യൂണിഫോമിൽ തന്നെ ആക്രമിക്കുന്നു. 639 പോലീസ് സ്റ്റേഷനാണ് ഈ സമയങ്ങളിലെല്ലാം ബംഗ്ലാദേശിൽ ആക്രമിക്കപ്പെട്ടത്. അനവധി പോലീസുകാർ കൊല്ലപ്പെട്ടു.
അതായത് പോലീസിന് പോലും ജീവന് രക്ഷയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം തന്നെയാണ് ബംഗ്ലാദേശ് സൈന്യത്തിന്റെ കണക്കും പുറത്തുവിടുന്നത്. അദ്ദേഹം പറയുന്നത് 30,000 സൈനികരാണ് നമുക്കുള്ളത്, 2 ലക്ഷത്തോളം വരുന്ന അർദ്ധ സൈനിക വിഭാഗവും പോലീസുമുണ്ട്. അവരുടെ ജീവന് സുരക്ഷയില്ലെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ കഴിയും? ഈ രാജ്യം ഇങ്ങനെ പോകുന്നത് കണ്ടു നിൽക്കാൻ തനിക്കാകില്ല. താൻ രാജ്യത്തിന് വേണ്ടിയാണ് സംസാരിക്കുന്നതെന്ന് പറയുമ്പോൾ ചിത്രം വ്യക്തമാണ്. അതായത് അതെ ഒന്നുകിൽ യുഎൻഎസിന് പോകാം, അല്ലെങ്കിൽ ഞങ്ങൾ ഏറ്റെടുക്കുമെന്ന് ക്ലിയർ ആണ്. അന്ന് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ വക്കാർ ഉസ്മാൻ ഒരു അധികാരമോഹിയാണ്. അത് ഉം, ഉം, ഷെയ്ഖ് ഉം. ഹസീന അവിടെ നിന്ന് പോയപ്പോൾ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ അന്ന് ഞാൻ പറയുകയുണ്ടായി, വക്കാർ യൂനിസിന്റെ ഏറ്റവും വലിയ ആഗ്രഹം അവിടെ ഭരിക്കുക എന്നുള്ളത് തന്നെയാണ്. വക്കാർ യൂനിസിന് സൈനിക മേധാവി ആക്കരുതെന്ന് ഇന്ത്യ ഷെയ്ഖ് ഹസീനയോട് പലവട്ടം ആവശ്യപ്പെട്ടതാണ്. ഇയാളെ ആക്കരുത്, അത് നിങ്ങൾക്ക് പാരയാകും. പക്ഷെ ഷെയ്ഖ് ഹസീനയുടെ ഒരു ബന്ധുവാണ്, അമ്മാവൻ, അങ്ങനെ എന്തോ ഒരു റിലേഷനാണ്, ചൈനയായിട്ടും അയാൾക്ക് ബന്ധമുണ്ടെന്ന് പറയുന്നുണ്ട്. ബന്ധമുണ്ടെന്ന് പറയുന്നത്. അങ്ങനെ ഈ ബന്ധം വെച്ചിട്ട് ഇവരെ ആക്കുക, എന്തൊക്കെയോ കണക്ഷൻസ് ഉണ്ടാകുക അതിനകത്ത്, നമുക്കറിയില്ല. അപ്പോ അങ്ങനെ ഇയാളെ ആക്കുന്നു. ഇയാളാണ് 45 മിനിറ്റ് സമയം ഷെയ്ഖ് ഹസീനയ്ക്ക് അനുവദിക്കുന്നത് രാജ്യം ഉം, വിട്ടു ഉം. പോകാൻ. അങ്ങനെ അതെ. അവര് രാജ്യം വിട്ടു പോകുന്നു. അപ്പോ അതിനകത്ത് അന്ന് ചില ബംഗ്ലാദേശ് മാധ്യമങ്ങളൊക്കെ എഴുതിയത് ഈ ബന്ധുവിനോടുള്ള ഒരു കരുണ കാണിക്കുകയായിരുന്നത്. കരുണ കാണിക്കുകയല്ല, അത് ഇന്ത്യയുടെ ഒരു വാണിംഗ് കിട്ടിയതിന്റെ പുറത്താണ് ആ 45 മിനിറ്റ് അനുവദിച്ചത്, അത് വേറെ കാര്യം. അപ്പോ ഉം. അവര് എത്തിക്കഴിച്ചു. അപ്പൊ പക്ഷെ അന്ന് ബുദ്ധിമാനായ ഈ വക്കർ ഉസ്മാൻ അത് ഏറ്റെടുത്തില്ല. കാരണം പുള്ളി കുറച്ചുകൂടി ബംഗ്ലാദേശ് ഒന്ന് കുളമായിട്ട് ഏറ്റെടുക്കുമ്പോഴാണ് കുറച്ചുകൂടി ഒരു പവർ കിട്ടുന്നത് എന്ന് പുള്ളിക്ക് നന്നായി അറിയാം. കാരണം ഉം, ഈ ഉം. അവിടുത്തെ ഈ പട്ടാളക്കാരെന്ന് പറഞ്ഞാൽ അവർക്ക് ഈ പൊളിറ്റിക്കൽ ബുദ്ധിയാണ്. കാരണം പൊളിറ്റിക്സ് ആണ് അവർക്ക് കുറച്ചുകൂടി ഇഷ്ടം. അത് പാകിസ്ഥാനിലും അങ്ങനെ ഉം. തന്നെയാണ്. അല്ലാതെ ഈ രാജ്യരക്ഷ എന്നുള്ളതല്ല, എങ്ങനെയെങ്കിലും ഭരണം പിടിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം, ഭരിക്കുക എന്നുള്ളതാണ്. അപ്പോ അദ്ദേഹമായിരുന്നു. അതിനുശേഷം നമ്മൾ കണ്ടതാണ് അരക്കൻ ആർമി ബംഗ്ലാദേശിന്റെ ഒരു സൈഡിൽ കയറി അടി തുടങ്ങിയിട്ട് എത്രയോ നാളുകളായി. അവരുടെ പല അതെ പ്രദേശങ്ങളും അതെ. പിടിച്ചെടുത്തു. തിരിച്ചൊരു വെടിയുണ്ട പോലും ബംഗ്ലാദേശ് സൈന്യം തിരിച്ചു വെച്ചിട്ടില്ല. അതെ. രണ്ടാമത്തെ കാര്യം, ഈ ബംഗ്ലാദേശിൽ പലപ്പോഴും വലിയ രീതിയിലുള്ള കലാപം നടക്കുമ്പോൾ ഒരിടത്ത് പോലും സൈന്യത്തെ നമ്മൾ കണ്ടിട്ടില്ല. സാധാരണ ഇത് നമുക്കറിയാം, സൈന്യത്തെയാണ് രംഗത്തിറക്കുന്നത്. ബംഗ്ലാദേശിൽ ഒരിടത്ത് പോലും സൈന്യം ഇറങ്ങില്ല, ഈ പോലീസുകാരാണ് പലയിടത്തും പോകുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇതുവരെ ബംഗ്ലാദേശിന്റെ സൈനിക മേധാവിയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഒരു പ്രതികരണം വന്നിരുന്നില്ല. ഇപ്പോഴിതാ അത് വന്നിരിക്കുന്നു. അവരെ ചൊടിപ്പിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഈ ഉം. യൂനസ് ഇപ്പോൾ ഈ പാകിസ്ഥാനുമായി കൂടുതൽ അടുക്കുന്നത് പാക് ഈ ബംഗ്ലാദേശിലെ സൈന്യത്തിന് അത്ര വലിയ താല്പര്യമുള്ള കേസല്ല. അതിനകത്ത് അതെ. അതായത് ഈ ഷെയ്ഖ് ഹസീന ഇരിക്കുന്ന സമയത്ത് ഈ ബംഗ്ലാദേശിന്റെ എയർപോർട്ടിലൊക്കെ വലിയ പരിശോധന ഉണ്ടായിരുന്നു. ഇന്നിപ്പോ പാകിസ്ഥാനിൽ നിന്ന് വരുന്നവരൊന്നും പരിശോധിക്കുന്നില്ല. അതിനകത്ത് വലിയ അമർഷം സൈന്യത്തിനുണ്ട്. ഉം. പാകിസ്ഥാനിൽ നിന്ന് ടെററിസ്റ്റുകളാണ് ഈ വരുന്നത്. അവർക്ക് യാതൊരു പരിശോധനയുമില്ല, വന്നിറങ്ങുന്നു, നേരെ ബംഗ്ലാദേശിലേക്ക് പോകും. അവരിപ്പോൾ ബംഗ്ലാദേശ് സർക്കാർ ഷെയ്ഖ് ഹസീനയുടെ കാലത്ത് തകർത്ത് തരിപ്പണമാക്കിയ 2 ഭീകര സംഘടനകളുണ്ട്. അതിൽ ഒന്നെന്ന് പറഞ്ഞ TUM എന്ന് പറയും, തെഹ്രിക് ഉൽ മുജാഹിദ് എന്ന് പറയുന്ന ഒരു ഭീകര സംഘടന. അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് പാക് ഉം. പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ഭീകര സംഘടനയാണ്. ഇപ്പം പാകിസ്ഥാൻ എന്ത് ചെയ്തു, അത് പുനരുജ്ജീവിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. മറ്റേ ഒരു സംഘടന എന്ന് വെച്ചാൽ ഹുജി എന്ന് പറയും, അതായത് ഹർക്കത്ത് ഉൽ ജിഹാദ് അൽ ഇസ്ലാമി എന്ന് പറയുന്ന ഭീകര സംഘടന. അതും പാകിസ്ഥാനാണ് ഫണ്ടിങ് ചെയ്യുന്നത്. ഇനി ജമാഅത്ത് ഇസ്ലാമി, അതിനെ നിരോധിച്ചൊരു സംഘടനയായിരുന്നു ബംഗ്ലാദേശിൽ, അതും വളരെ ശക്തമായിരുന്നു. അവരാണ് ഇപ്പോൾ ഭരണം നിയന്ത്രിക്കുന്നത്. ഈ 3 സംഘടനകളെ നിയന്ത്രിക്കുന്നത് പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ ചാര സംഘടന ISI ആണ്. പിന്നെ ഉം. അടിക്കടി പാകിസ്ഥാന്റെ സൈനിക മേധാവികളും ISIയുടെ തലവന്മാരും ഒക്കെ ബംഗ്ലാദേശിൽ വന്നു പോകുന്നതിനോടും അവിടുത്തെ സൈന്യത്തിന് യോജിപ്പില്ല. അതായത് ഈ പാകിസ്ഥാനുമായിട്ടുള്ള ഈ ഒരു ബന്ധം കൂടുതൽ വഷളാക്കാനേ ഉപകരിക്കൂ എന്ന് അവർക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് കുറച്ചു നാൾക്ക് മുമ്പ് ഈ സൈനിക മേധാവി തന്നെ ഇന്ത്യയുമായി കൂടുതൽ അടുത്തു പോകണമെന്ന ഒരു സൈനിക പ്രോഗ്രാമിന്റെ ഇടയ്ക്ക് അദ്ദേഹം പറയുകയുണ്ടായി. അദ്ദേഹം പറയുന്നത്, ഉം. നമ്മൾ ഇതുവരെ നല്ല രീതിയിലാണ് മുമ്പോട്ട് പോയിരുന്നത്, അതുകൊണ്ട് ഇന്ത്യയുമായി വേണം നമ്മൾ ഒന്നിച്ചു പോകാൻ എന്നുള്ളത്. ഇതാണ് അതിന്റെ ഒരു പ്രധാന കാരണം. മറ്റൊന്ന്, ഈ യൂനസ് ചൈനയുമായി വലിയ അടുപ്പം സ്ഥാപിക്കുന്നതിനും ഈ വക്കാർ ഉസ്മാന് വലിയ താല്പര്യമില്ല. അതായത് ചൈനയുടെ ആ ഒരു ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള കാര്യം. അത് മാത്രമല്ല, ചൈന ഈ ബംഗ്ലാദേശിൽ ഊർജ്ജ മേഖലയിൽ കുറെ പണം മുടക്കിയിട്ടുണ്ട്. അപ്പൊ ചൈനയെ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റിന് ക്ഷണിക്കുന്നതും ചൈനയുമായി കൂടുതൽ ഈ പറയുന്ന യൂനസ് അടുക്കുന്നതും ഈ പറയുന്ന സൈനിക മേധാവിയെ ചൊടിപ്പുണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഇനിയും കാത്തിരുന്നാൽ ബംഗ്ലാദേശ് തന്നെ തകരും, ആരൊക്കെ കയറി കൈവെക്കുമെന്ന് അറിയില്ല, തങ്ങൾക്ക് അധികാരം പിടിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി ഇനി ഇതിനും വൈകാൻ കഴിയില്ല സൈന്യത്തിന് എന്ന് അവർക്ക് മനസ്സിലായത് കൊണ്ടാണ് അവർ ഒരു വാണിംഗ് കൊടുത്തിരിക്കുന്നത്. കാരണം ഇനി മുൻപോട്ട് അധികം പോകില്ല. കാരണം ഈ പറയുന്ന ഇങ്ങനെ ഇത് നോക്കിയിരിക്കുന്ന അങ്ങേർക്ക് മാക്സിമം ആയി കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് ഇതിന്റെ ഇപ്പോഴത്തെ ഒരു കറന്റ് സാഹചര്യം എന്ന് പറയുന്നത്. ഇത് ഇന്ത്യക്ക് ദോഷകരമാണോ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇന്ത്യയെ സംബന്ധിച്ച് വലിയ തലവേദനയാണ്.
പാകിസ്ഥാന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ബംഗ്ലാദേശിനെ അസ്ഥിരപ്പെടുത്തിക്കൊണ്ട് അവിടെ ഈ ടെറർ ഗ്രൂപ്പുകളെ വളർത്തിയെടുത്ത് ഇന്ത്യക്ക് എന്നും തലവേദന സൃഷ്ടിക്കുക എന്നുള്ളതാണ് പാകിസ്ഥാന്റെ ലക്ഷ്യം. കാരണം അവർ ഇന്ത്യൻ അതിർത്തിയിലൊക്കെ പാകിസ്ഥാന്റെ ടെറർ ഗ്രൂപ്പുകൾ നമുക്ക് തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. അതുപോലെ ബംഗ്ലാദേശ് അതിർത്തിയിലും ഇത്തരം ടെറർ ഗ്രൂപ്പുകളെ സൃഷ്ടിച്ച് നമുക്ക് തലവേദനയാക്കുക എന്നുള്ളതാണ്. ഇവിടെയാണ് എന്തുകൊണ്ടാണ് ഇന്ത്യ അവരുമായിട്ട് ചർച്ചയ്ക്കോ മറ്റുള്ള കാര്യങ്ങൾക്കോ യുഎൻഎസ് പലവട്ടം ഇന്ത്യ അതിന് മറുപടി പോലും കൊടുക്കാൻ എന്തെന്ന് ചോദിച്ചാൽ, ബംഗ്ലാദേശിലെ സർക്കാർ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരല്ല. തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനോട് മാത്രമേ ലോകത്തെമ്പാടുമുള്ള രാജ്യങ്ങൾക്ക് ഡീല് നടത്താൻ കഴിയൂ, ഇല്ല സംസാരിക്കാൻ കഴിയൂ. അപ്പൊ തെരഞ്ഞെടുപ്പ് നടക്കാത്ത ഒരു സർക്കാർ, ഒരു താൽക്കാലിക സംവിധാനം, ഒരു കെയർടേക്കറുമായിട്ട് ഒരു രാജ്യത്തലവന്മാർ ഒരു രാജ്യം ചർച്ച ചെയ്യത്തില്ല. അവിടെയാണ് ഈ പട്ടാള മേധാവി ഇത്തരത്തിലേക്ക് വരുന്നത്. പട്ടാള മേധാവി വരുമ്പോഴും കാര്യങ്ങൾ ഇങ്ങനെ തന്നെ ആയിരിക്കും. ഇവിടെയാണ് ഞാൻ ഈ ഷേഖ് ഹസീനയുടെ ചാൻസുകൾ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്. പട്ടാള മേധാവി വന്നാലും ബംഗ്ലാദേശിന് യുഎൻഎസിനും പകരം ഈ വക്കാർ ഉസ്മാൻ വരുന്നു എന്ന് മാത്രമേ ആകുന്നുള്ളൂ. കുറച്ചുകൂടി സേഫ് ആയിരിക്കും. കാരണം അവിടെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല, വലിയ കലാപങ്ങളും ലഹളമൊന്നും ഉണ്ടാകത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. അവിടെയും പ്രശ്നം ഇത് തന്നെയാണ്. ഇവിടേക്കാണ് ഒരുപക്ഷെ ഷേഖ് ഹസീനയുടെ റീ എൻട്രി ഏവരും പ്രതീക്ഷിക്കുന്നത്. കാരണം വക്കാർ ഉസ്മാന്റെ കൺട്രോളിൽ അല്ലെങ്കിൽ അയാളുടെ അണ്ടറിൽ ഷേഖ് ഹസീന വീണ്ടും പ്രധാനമന്ത്രി ആയേക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ പഴയ ആ കണക്ഷൻ ഇന്ത്യയുമായിട്ടായാലും അമേരിക്കയുമായിട്ടായാലും മറ്റു ലോകരാജ്യങ്ങളുമായിട്ടുള്ള കണക്ഷൻ വീണ്ടും സജീവമാകുകയും ബംഗ്ലാദേശിനെ നോർമൽ കണ്ടീഷനിൽ, കാരണം ഇപ്പോൾ ആകെ താറുമാറായ കിടക്കുന്ന ക്രമസമാധാനത്തിലെ പ്രശ്നം മാത്രമല്ല, വൈദ്യുതിയിലായാലും മരുന്നിലായാലും അരിയിലായാലും എല്ലാ പ്രശ്നങ്ങൾക്കും വലിയ സാമ്പത്തിക പ്രതിസന്ധി നിന്നൊക്കെ കരകയറ്റാനായിട്ട് ഷേഖ് ഹസീനെ പോലൊരു മുഖം തിരിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ നിലവിലെ സാഹചര്യം അനുസരിച്ച് ഷേഖ് ഹസീനയ്ക്ക് എനിക്ക് 77 വയസ്സോ മറ്റോ ആണ്. അപ്പൊ ഷേഖ് ഹസീനയ്ക്ക് നല്ലൊരു റിട്ടയർമെന്റ് കൊടുക്കുക, അവിടെ തിരിച്ചെത്തിക്കൊണ്ട് ഒരു പ്രധാനമന്ത്രി മുഖം, ഈ യുഎൻഎസിനെ പോലെ പ്രധാനമന്ത്രി മുഖം, ബാക്കിയുള്ള കൺട്രോൾ മുഴുവൻ ഈ സൈനിക മേധാവി കൈവെക്കുക, അവരുടെ അണ്ടറിലേക്ക് പോകുക. ഇതാണ് അവര് ലക്ഷ്യമാക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതും നമ്മൾ മുൻപ് ചർച്ച ചെയ്ത വിഷയങ്ങൾ തന്നെയാണ്. അതിപ്പോൾ യാഥാർത്ഥ്യമായി തീരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും അധികം വൈകാതെ തന്നെ ബംഗ്ലാദേശ് ക്ലൈമാക്സിലേക്ക് കടന്നിരിക്കുന്നു. അധികം വൈകാതെ തന്നെ ബംഗ്ലാദേശിന്റെ കാര്യത്തിൽ ഒരു കൃത്യമായ എൻഡിങ് ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. വീണ്ടും ഷേഖ് ഹസീന വരും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഒരു പട്ടാള അട്ടിമറിയിലൂടെ ചിലപ്പോൾ ഒരാഴ്ചക്കാലം വല്ലതും പട്ടാളത്തിനുണ്ടല്ലോ ബംഗ്ലാദേശ്. വീണ്ടും ഷേഖ് ഹസീനയുടെ, കാരണം ഈ ട്രംപുമായിട്ടും ഒക്കെ അടുത്ത ബന്ധം സ്ഥാപിച്ചിരിക്കുന്ന ഒരു നേതാവ് കൂടിയാണ് ഷേഖ് ഹസീന. അവരൊന്നും പ്രധാനമന്ത്രി എന്ന് തന്നെയാണ് അവർ സ്വയം വിശേഷിപ്പിക്കപ്പെടുന്നത്. അത് തന്നെയല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ ഒരു വാണിംഗ് ഉണ്ട്, അത് ഒരു ശ്രദ്ധേയമാണ്. ഷേഖ് ഹസീന യുഎൻഎസിന് ഒരു വാണിംഗ് കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ ഇതിന് പകരം വീട്ടും ഇവിടെ നടത്തിയ കാര്യങ്ങൾക്ക് എന്ന് ഞാൻ മടങ്ങി വരുമെന്നും കൂടി അവർ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഇന്ത്യ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് വേണമെങ്കിൽ നമുക്കൊരു സ്പെക്കുലേഷൻ പറയാൻ പറ്റും. നമ്മുടെ കയ്യിൽ തെളിവൊന്നും ഇല്ലെങ്കിൽ പോലും. കാരണം ഇന്ത്യ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഷേഖ് ഹസീനെ മുന്നിൽ നിർത്തി ട്രംപും മോദിയും അങ്ങനെ എല്ലാ ലോകരാജ്യങ്ങളും വീണ്ടും പഴയതുപോലെ ബംഗ്ലാദേശിനെ സഹായിക്കുന്നു. പട്ടാളത്തിന്റെ ആ ഒരു സ്ട്രിക്റ്റിൽ പോകുന്നു. എന്തുകൊണ്ടാണ് ഈ വക്കാർ ഉസ്മാനും ഷേഖ് ഹസീനയും തമ്മിൽ ഒരു അകൽച്ചയിലേക്ക് പോകാൻ കാരണം വെച്ചാൽ, ഈ വക്കാർ യൂനുസ് അമിതമായി ഭരണത്തിൽ ഇടപെടാൻ തുടങ്ങിയപ്പോഴാണ്. ഇനിയിപ്പോ വക്കാർ യൂനുസ് രാജ്യം പിടിച്ചിട്ട് ഷേഖ് ഹസീനയുടെ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വക്കാർ യൂനുസിന് അല്ലെങ്കിൽ വക്കാർ ഈ പറയുന്ന ഉസ്മാന് അടിപ്പെട്ട് തന്നെ ഷേഖ് ഹസീനയ്ക്ക് നിൽക്കേണ്ടി വരും. അതാണ് തമ്മിലുള്ള വ്യത്യാസം. ഏതായാലും നമുക്കത് ഒരു ശുഭപര്യാവസാനിയായ ഒരു കഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഏതായാലും പിന്നെ ചില വാർത്തകൾ വരുന്നു, ഈ നമ്മുടെ മുഹമ്മദ് യൂനുസിന് ശാരീരിക ബുദ്ധിമുട്ടുണ്ടായാലും ട്രീറ്റ്മെന്റിനായിട്ട് ഇനി എങ്ങോട്ടെങ്കിലും പോകുമോ നമുക്കറിയില്ല. കാരണം ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് അങ്ങനെയാണ്, ട്രീറ്റ്മെന്റിനായിട്ട് പോകുന്നു, പിന്നെ രാജ്യം വിടുക എന്നുള്ളതിന് ട്രീറ്റ്മെന്റിന് പോകുന്നു എന്നാണ് പറയുന്നത്. ഏതായാലും അങ്ങനത്തെ സാധ്യതകളുണ്ട്. ഏതായാലും നമ്മുടെ അതിർത്തി രാജ്യത്തു നിന്ന് വരുന്നത് മുമ്പ് നമ്മൾ ചർച്ച ചെയ്ത ആ വിഷയങ്ങളിലേക്ക് തന്നെയാണ്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ അവസാനത്തെ ആ ഒരു കാര്യം സംഭവിക്കാൻ വലിയ രീതിയിലുള്ള സാധ്യത ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഷെയ്ഖ് ഹസീന വരാനുള്ള സാധ്യതയുണ്ട് പട്ടാള അട്ടിമറി ഉണ്ടായി കഴിഞ്ഞാൽ. കാരണം വഖാർ ഉസ്സമാനാണ് ഈ ഒരു വിഷയത്തിൽ ഏറ്റവും അവസാനം ഷെയ്ഖ് ഹസീനയെ സഹായിച്ചത്. അങ്ങനെ ഒരു സഹായം ഇല്ലായിരുന്നെങ്കിൽ ഷെയ്ഖ് ഹസീന മരണപ്പെട്ടേനെ എന്നുള്ള റിപ്പോർട്ടുകൾ നമ്മൾ നേരത്തെ തന്നെ കണ്ടതാണ്. അപ്പോ വഖാർ ഉസ്സമാൻ പട്ടാള അട്ടിമറിയിലൂടെ ഭരണം പിടിച്ചു കഴിഞ്ഞാൽ, പോരാത്തതിന് വേറൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉള്ളത് ചേട്ടൻ, ഇയാളാണ് ഇന്ത്യയുമായിട്ട് ഒരു മൃദു സമീപനം എപ്പോഴും സ്വീകരിക്കണമെന്ന് ബംഗ്ലാദേശിൽ ഉച്ചസ്ഥലം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു നേതാവെന്ന് പറയുന്നത്. അപ്പൊ പുള്ളി വരുമ്പോൾ ഷെയ്ഖ് ഹസീന വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്.